പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടകളുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര നടപടികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജന നിയമത്തിനെതിരെ ഔദ്യോഗികമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. CAA ഇന്ത്യ എന്ന ആശയത്തിന് വെല്ലുവിളിയാണ്. ഭരണഘടനാ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. കുടിയേറ്റക്കാരെ മുസ്ലിമെന്നും അല്ലാതെയെന്നും വേർതിരിക്കുന്നത് എങ്ങനെയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. CAA നടപ്പാക്കില്ല എന്ന് ആദ്യം നിലപാടെടുത്ത സംസ്ഥാനം കേരളമാണ്. ഇതിന്റെ ഭാഗമായി പ്രക്ഷോഭവും പ്രത്യേക സഭാസമ്മേളനവും വിളിച്ച് പ്രമേയം പാസാക്കുകയും ചെയ്തു. RSSന്റെ അജണ്ടകൾ ഇവിടെ നടപ്പാകില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. LDF നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മുട്ടുമടക്കുകയില്ല, നിശബ്ദരാകുകയുമില്ല. ആദ്യഘട്ടത്തിൽ CAAക്കെതിരെ നിലപാടെടുത്ത കോൺഗ്രസ് പിന്നീട് നിലപാട് മാറ്റി. കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജന നിയമത്തിനെതിരെ ഔദ്യോഗികമായി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസിൽ നിന്നും വന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സാങ്കേതികമായി പ്രതികരിച്ചു എന്ന് വരുത്തി മൂലക്കിരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് 835 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 629 കേസുകൾ ഇതിനകം കോടതിയിൽ നിന്നും ഇല്ലാതായി. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള 206 കേസുകളിൽ 84 എണ്ണത്തിൽ സർക്കാർ ഇതിനോടകം പിൻവലിക്കാനുള്ള സമ്മതം നൽകിക്കഴിഞ്ഞു. ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്ന് പ്രധാനമാണ്. തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിഞ്ഞു പോകില്ല. ഈ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് പിൻവലിക്കാനുള്ള നടപടിയെടുക്കുക. അങ്ങനെ അപേക്ഷ നൽകാത്തതും പിന്നെ ഗുരുതര സ്വഭാവമുള്ള കേസുകളുണ്ടാകും. വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റേതാണ്. LDF നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.